ആരായിരുന്നു? ബാമയല്ലേ? അതെ. സജി. മനസ്സിലായില്ല. ഓണം ആരാണെന്ന് അറിയാൻ മേലെ അതാണ് ഇവിടെ താമസിക്കുന്നത്. ഓ സോറി ബ്രോക്കർ വരുന്നു പറഞ്ഞു. ആ ഇവിടെ ഇല്ലായിരുന്നു അല്ലേ? എന്ത് ചെയ്യാനാ നമ്മളെ, കഞ്ഞി കുടിക്കണ്ടേ, ഡ്യൂട്ടിക്ക് പോകണ്ടേ. ആ വീടൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇത് അതൊക്കെ കണ്ടോ? എന്റെ പെണ്ണുമ്പിളയുടെ കളക്ഷനാ. ഒരു രക്ഷയില്ല, ഭയങ്കര പക്രിയ. ആ തിരക്കിലാണോ? ഇല്ല, ഇറങ്ങാൻ ടൈം ആവുന്നു. അല്ല ഹസ്ബൻഡ് ഇവിടെ ഉണ്ടോ അതോ ട്രിപ്പിലാണോ? ഇല്ല, ഇവിടെ ഉണ്ട്. സാറിന് ചായ എടുക്കട്ടെ? ഒന്നും വേണ്ട, ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ഒന്ന് വിളിക്കും. നിങ്ങൾക്ക് ഒന്ന് കണ്ടിട്ട് പോകാന്ന് വിചാരിച്ച് കയറിയതാ. എന്താ താൻ എന്തിന്റെ അകത്ത് ഇങ്ങനെ പേടിച്ചിരിക്കണേ? പേടിയ എനിക്ക് ഓണർ വന്നിട്ടുണ്ട്. കാണാൻ ഓണറായിരുന്നു. തന്നെ കാണണമെന്ന്. എന്നെന്തിനാ കാണണ? ഹസ്ബൻഡിനെ കാണണമെന്ന്. ഹസ്ബൻഡ് കാണുക വിളിക്ക്, ഫോൺ വിളിച്ച് കാണിച്ചു കൊടുക്ക്, വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്ക്. അവിടെ താനല്ല എന്റെ ഹസ്ബൻഡ്. വാ. നമസ്കാരം. ആനന്ദ്. ആനന്ദ് പോറ്റി. പോറ്റി. പിന്നെ സുഖല്ലേ? ഓ എങ്ങനെയുണ്ട്? ചുറ്റുപാടൊക്കെ ഇഷ്ടപ്പെട്ടു? അടിപൊളി. എല്ലാം മനോഹരമല്ലേ? എന്ത് കാര്യം ഉണ്ടെങ്കിലും അപ്പൊ തന്നെ എന്നെ വിളിക്കണം. ഓ അപ്പം ചുമ്മാ എന്ന് വന്നപ്പോ ഒന്ന് കയറുന്നേ ഉള്ളൂ. അതിനോട് ഞാൻ ഭാര്യയായിട്ട് ഇറങ്ങാം. അല്ല, ഇന്നലെ വൈകുന്നേരം ഞാൻ കുറെ പ്രാവശ്യം ഇവിടെ കണ്ട് വിളിച്ചായിരുന്നു. ഇവിടെ ആരും ഇല്ലായിരുന്നു. ഒരു 9-9:30 ആയിട്ടുണ്ടാവും. ഞാൻ ഡ്യൂട്ടിയും കഴിഞ്ഞ് വരുന്ന വഴിക്കായിരുന്നു. എന്താ ഡ്യൂട്ടി? അപ്പൊ ആ ബ്രോക്കർ അതൊന്നും പറഞ്ഞില്ലേ? ഞാനിവിടുത്തെ ടൗൺ SI ആന്നേ. അപ്പൊ ശരിയെന്നാ, അപ്പൊ കാണാം. ഒന്നുകൂടെ കാണേണ്ടി വരും. ഓക്കെ. ഇവിടുന്ന് പോകുമ്പോ അവനെ ഞാൻ ഈ ബെഡൊക്കെ കയറ്റി പോരാനത് പോരത്. താനെന്താ ഇവിടെ കിടന്ന് ഇറങ്ങുന്നേ? ലിഫ്റ്റ് കിട്ടുമോ നോക്കുമായിരുന്നു. ലിഫ്റ്റ് തരാം. കേറിക്കോ, ഓട്ടോ ഷെയർ വന്നാ മതി. അതെ, അടുത്ത മെട്രോയുടെ ഷെയറും അത് കഴിഞ്ഞിട്ടുള്ള ഓട്ടോയുടെ ഷെയറും കൂടെ തരണം, കേട്ടല്ലോ? താനെന്താ പോലീസ് കണ്ടപ്പോ ഓടിയത്? അതിനെ എനിക്ക് ഈ ചെറുപ്പം മുതൽ പോലീസുകാരും പട്ടാളക്കാരൊക്കെ കണ്ട പേടിയാ. ഇല്ലത്തുണ്ടായ ഒരു ഇൻസിഡന്റ് ആണേ. അന്ന് ഞാൻ മതി കൂടുതൽ കഥയൊന്നും പറയണ്ട, ചോദിച്ചേ ഉള്ളൂ. അല്ല, ഇന്നലെ പോലീസ് വന്നപ്പോ താനോ ഓടണ്ടായിരുന്നല്ലോ, അന്തേ? അത് പിന്നെ എന്റെ അച്ഛന്റെ അച്ഛനൊരു കള്ളനായിരുന്നു. ആ ഭയം ജനറേഷൻ മാറിയപ്പോ എനിക്ക് കിട്ടി. പോലീസിനെ കണ്ട അപ്പം കിട്ടി. ഫ്രഷ് സ്റ്റോറി. ചേട്ടാ എന്നോട് നിർത്തിയോ ചേട്ടാ? ഇതെന്താ ഇവിടെ നല്ല തിരക്കാണല്ലോ? ഇതാണ് ബ്രോഡ്വേ, ഇവിടെയല്ലേ പരിപാടി. എറണാകുളത്ത് ഇത്രയും ചീപ്പായിട്ട് സാധനങ്ങൾ കിട്ടണം വേറൊരു സ്ഥലമില്ല. എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. ഓഫീസിൽ ഉച്ച കഴിഞ്ഞിട്ട് കയറിയാൽ മതി. പോട്ടെ. എടോ, ഷെയർ എത്രയെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞാൻ ഗൂഗിൾ പേ ചെയ്തോളാം. സോറി ചേച്ചി, ഒട്ടും പറ്റാത്തപ്പോ പറഞ്ഞു പോയതാ. അതൊക്കെ പോട്ടെ.
അച്ഛൻ എപ്പോഴാ ഇവിടെ നിന്ന് ഇറങ്ങിയേ? രാവിലെ തന്നെ ഇറങ്ങി ചേച്ചി. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യ്, ഇനി ഞാൻ പറയുന്ന പോലെ ചെയ്യണം കേട്ടോ. ഹലോ എടാ, ഞാൻ ബ്രോഡ്വേയില്. എടാ UK പോണല്ലോ അടുത്ത ദിവസം. കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ആയിട്ട് ഇറങ്ങിയതാ. നീ ഫ്രീ ആണെങ്കിലോ? ബ്രോഡ്വേയില് എവിടെയാണെന്ന് വെച്ചാ കൊറേ കടകളുണ്ടല്ലോ. ഇവിടെ ഒരേ കടകളിലൊക്കെ കയറി ഇറങ്ങണം. ഇങ്ങോട്ട് ഇറങ്ങണേ, എവിടെ ഉണ്ടാവും. ശരി, ഓക്കെ. ആരാ ഇതൊക്കെ? എന്താ ഇതൊക്കെ? അയ്യാ. ഹലോ. ചേച്ചി. എടി, നീ അച്ഛനോടെ നേരെ ബ്രോഡ്വേയിലേക്ക് വരാൻ പറ. എന്നിട്ട് അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞാ അറ്റത്ത് ഞാൻ നിൽക്കുന്നുണ്ടെന്ന് പറയണം. ചേച്ചിക്ക് ഇത് മാമന്റെ അടുത്ത് നേരിട്ട് പറഞ്ഞാ പോരെ? ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി നീ ഇപ്പൊ. ഓ ശരി. ഹലോ, മോളെ മീനു. മാമാ, ഞാൻ കൊച്ചി എത്തി. ഇനിയിപ്പോ എങ്ങോട്ടാ ഞാൻ പോണ്ടേ? മാമാ, ബ്രോഡ്വേയിൽ കയറുമ്പളേ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും അറ്റത്തെ കടയിലെ ചേച്ചി. ശരി ശരി ശരി. ഹലോ. ഹലോ മാമാ, ചേച്ചിനെ കണ്ടോ? നീയൊക്കെ കൂടെ എന്നെ വട്ടം ചുറ്റുകയാണോ? നീ പറഞ്ഞ സ്ഥലത്ത് ഞാൻ എത്തിയിട്ടുണ്ട്. പിന്നെ വട്ടം ചുറ്റാൻ പരിപാടിയെങ്കിൽ ഉണ്ടല്ലോ, ഈ മാസം തന്നെ നിന്റെ കല്യാണം നടത്തില്ല. അറിയാലോ നിനക്ക് തന്നെ. പ്ലീസ് ഞാൻ ചേച്ചിനെ വിളിക്കട്ടെ. ചേച്ചിനോട് ആ സ്ഥലമാണെന്നാ പറഞ്ഞേ. ഞാൻ ചോദിച്ചിട്ട് പറയാം. തേങ്ങ തോന്നുന്നേ.